അതുപോലെ സുരേന്ദ്രന്റെ പ്രതികരണത്തെ അല്പം ദയാപുരസരം ശ്രീജിത്ത് സമീപിക്കണമായിരുന്നു എന്ന ഒരു ചിന്തയും പോകുന്നുണ്ട്. കാരണം സംഘികളുടെ പ്രിയം വ്യാപകമായി പേർന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരുടെ നേതാവിനെ കമ്മിസുഡു ശൈലിയിൽ ശ്രീജിത്ത് പണിക്കർ സമീപിക്കുന്നതിൽ ക്രൂരമായിട്ടുള്ള ഒരു അഭംഗിയുണ്ടെന്ന് പോങ്ങൻ കരുതുന്നു. അങ്ങനെ കരുതാനും കാരണമുണ്ട്. ഈ ഉള്ളിസുര ആ വിളി തന്നെ വേദനിപ്പിച്ചുവെന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് 5 കൊല്ലങ്ങൾക്ക് മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ 2019 ജൂൺ മാസത്തിൽ. അതറിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സംബോധനയിലൂടെ ആളെ സമീപിക്കാൻ ഈ പോങ്ങൻ ബോധപൂർവം ശ്രമിച്ചിട്ടില്ല. അബദ്ധവശാലെങ്ങാനും സംഭവിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുമില്ല. സ്വഭാവത്തിൽ അപാരമായ നിലയിലുള്ള നിലവാരമില്ലായ്മ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണല്ലോ ഈ ഉള്ളവൻ. പല സന്ദർഭങ്ങളിലും എന്നെ തന്നെ വിസ്മയിപ്പിക്കുന്ന നിലയിൽ എനിക്കെന്റെ നിലവാരമില്ലായ്മ പ്രകടിപ്പിക്കാൻ സാധിക്കാറുമുണ്ട്. ആ നിലവാരശൂന്യതയെ മുതലാക്കിക്കൊണ്ട് സുരേന്ദ്രനെ വിമർശന ബുദ്ധിയോടെ സമീപിക്കേണ്ട സന്ദർഭങ്ങളിൽ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഉള്ളിസുര എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ച് ആനന്ദിക്കാം. എന്നാൽ ആരെയെങ്കിലും വേദനിപ്പിക്കണമെന്ന ഉദ്ദേശം എനിക്കില്ല. പക്ഷെ അരിശം ചിലരോടൊക്കെ തോന്നും. തക്കതായ കാരണവും ആ അരിശത്തിന് പിന്നിലുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം നിലയിൽ ചില കില്ലപ്പേരുകൾ അല്ലെങ്കിൽ ഈ ഇരട്ടപ്പേരുകൾ ഉണ്ടാക്കി അരിശവാഹകർക്ക് ചാർത്തും. അതാണ് പതിവ്. ഉദാഹരണം അമൈര ശിരസ്കൻ. സംസ്കൃതീകരിച്ച ഭാഷയിൽ സദാ നാറിത്തരം പറയുന്ന തീർത്തും മുടിശൂന്യനായിട്ടുള്ള ആ മാപ്രയെ നാട്ടുകാർ മൊട്ട എന്നാണല്ലോ വിളിക്കുന്നത്. ആ വിളി അയാളെ വേദനിപ്പിച്ചാലോ എന്ന് കരുതി പ്രസ്തുത മാധ്യമ ധർമ്മക്കാരനെ അമൈര ശിരസ്കൻ എന്ന് വിശേഷിപ്പിച്ച് സ്വന്തം നിലവാരമില്ലായ്മേ ഈ പോങ്ങൻ അങ്ങോട്ട് ആദരിക്കും. അമൈര ശിരസ്കനെ ഇവിടെ പരാമർശിച്ചത് വളരെ മനഃപൂർവ്വമാണ്. അതിന് കാരണം നമുക്ക് തീർച്ചയായിട്ടും വഴിയെ പറയാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ, കണ്ടമാനം സുപ്രസിദ്ധനും കൊടും നിഷ്പക്ഷനും ഉഗ്ര രാഷ്ട്രീയ നിരീക്ഷകനും ഘോര സാമൂഹ്യ വിമർശകനുമായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ പരസ്പരം വാക്കുവീശി ഇവരിപ്പോൾ രാഷ്ട്രീയ കേരളത്തെ ത്രസിപ്പിക്കുകയാണല്ലോ. കള്ളപ്പണിക്കന്മാരെന്ന സുരേന്ദ്രന്റെ പരിഹാസം ശ്രീജിത്തിനെ ചില്ലറയായും പണിക്കർ സമുദായത്തെ മൊത്തമായും വേദനിപ്പിച്ചോ എന്ന കാര്യം പോകാൻ അറിയില്ല. എന്നാൽ 2019 മനോനില നിലവിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പൊളിച്ചുവെച്ച ഉള്ളിയുടെ ചിത്രത്തിലൂടെ ഉള്ളിസുര എന്ന് വിളിച്ച പണിക്കരുടെ അധിക്ഷേപം കെ സുരേന്ദ്രനെ തീർച്ചയായും വേദനിപ്പിച്ചിരിക്കാം. സഹജീവികളെ വേദനിപ്പിച്ചും കഴിയേണ്ടവരല്ല മനുഷ്യരാകുന്ന സാമൂഹ്യ മൃഗങ്ങൾ. ആ ബോധ്യം തലക്കടിച്ചതിനാൽ ആരെയും വേദനിപ്പിക്കാത്ത നിലയിൽ ചില കാര്യങ്ങൾ പോങ്ങൻ പറയാം. അല്ലെങ്കിൽ സാഹിത്യം വിടാൻ നിൽക്കാതെ നല്ല ഹരിത മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോങ്ങൻ അങ്ങോട്ട് പോയിക്കോളാം. നിലവിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ശ്രീ കെ സുരേന്ദ്രൻ. അതുകൊണ്ട് മാത്രം ആ പ്രയോഗം തെറ്റാണ്. വെറുമൊരു ഹരിത കേരളീയൻ മാത്രമായിരുന്നു സുരേന്ദ്രൻ എങ്കിൽ അതൊക്കെ ഒരു സാധാ മലയാളിയുടെ വളരെ സ്വാഭാവികമായ സ്വഭാവ ദൂഷ്യമായി കണ്ട് നമുക്ക് അവഗണിക്കാൻ കഴിയും. എന്നാൽ ഉന്നത പദവികൾ പേറുന്ന വ്യക്തികൾ പ്രതികരണപാകത, സഹിഷ്ണുബുദ്ധി, സാംസ്കാരിക ഔന്നത്യം മുതലായ ഗുണങ്ങൾ ഉണ്ടെന്ന മട്ടിൽ അഭിനയിക്കുകയെങ്കിലും വേണം. സ്വഭാവത്തിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷേ അതുണ്ടെന്ന ഭാവം, നടിപ്പ് അല്ലെങ്കിൽ അഭിനയം വേണം. നർമ്മശേഷിയും ഫലിത ബുദ്ധിയും അതിന്റെ ഉന്നത നിലവാരത്തോടുകൂടി ഒപ്പമുണ്ടെങ്കിൽ സ്വല്പം സാരസ്യത്തോടെയൊക്കെ സംസാരിക്കാം. എന്നാൽ വളിപ്പാകുന്ന നിലയിൽ തമാശിക്കാൻ ഉന്നത സ്ഥാനീയർ ഒരിക്കലും ശ്രമിക്കരുത്. സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള കള്ളപ്പണിക്കന്മാർ എന്ന പ്രയോഗത്തിൽ ഒട്ടും തന്നെ നർമ്മമില്ല. ഉള്ളത് കമ്മിസുടുക്കളുടെ നിലവാരം മാത്രം പുലർത്തുന്ന വെറുപ്പ് നിറഞ്ഞ വളിപ്പ് മാത്രം. നർമ്മത്തിന്റെ മർമ്മം അറിയില്ലെങ്കിൽ നർമ്മ നിർമ്മിതി നടത്തി ആരും ഹാസ്യത്തെ ഹിംസിക്കരുത്. സുരേന്ദ്രൻ അതിന് ശ്രമിച്ചു. സത്യത്തിൽ അതാണ് തെറ്റായത്. നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ സാമൂഹ്യ മൂല്യം നിലവിൽ എത്രത്തോളം ഉയർന്നുവെന്ന് പോകാൻ അറിയില്ല. അദ്ദേഹം സംഘികളുടെ പി ഗോവിന്ദപിള്ള ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹ്യ കേരളത്തിലെ അഭിനവ സുകുമാർ അഴീക്കോടായി ശ്രീജിത്ത് പണിക്കർ മാറിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം അഭിനവ MN വിജയൻ മാഷായി അദ്ദേഹത്തെ അവരോധിച്ചിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിലെ ന്യൂജൻ സാനുമാഷെങ്കിലുമായി ശ്രീജിത്ത് പണിക്കർ മാറിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തീർച്ചയായും തെറ്റായി പോകും. എന്നാൽ ഹരിത നവകേരളത്തിലെ ഇളം ബുദ്ധിജീവിയായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ മാത്രമാണ് ശ്രീജിത്ത് പണിക്കരെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തെറ്റ് കാണേണ്ട യാതൊരു കാര്യവുമില്ല. കമ്മിസുടുക്കളുടെ നിലവാരത്തിൽ അദ്ദേഹത്തെ പോലൊരു വ്യക്തി പ്രതികരിക്കാമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്ന പലരെയും പോങ്ങൻ ഇവിടെ കണ്ടു. അവരോട് പോങ്ങന് ഒന്നേ പറയാനുള്ളൂ, ശ്രീജിത്ത് പണിക്കരെ ലക്ഷ്യം വെച്ച് പരിഹാസ പുരസ്സരം വിമർശിച്ചത് ഭാജപയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ശ്രീജിത്ത് പണിക്കർ അധിക്ഷേപ ബുദ്ധിയോടുകൂടി പ്രതികരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയാണ്. ശ്രീജിത്ത് പണിക്കരുടെ ആരാധക സേനയിലെ 99% അംഗങ്ങളും സംഘികളുമാണ്. എന്നാൽ ഒരിക്കൽ പോലും താൻ സംഖ്യയാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ.
രഹസ്യമായി അങ്ങനെ ആരോടെങ്കിലും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടോ എന്ന് പോങ്ങന് അറിയുകയുമില്ല. എങ്കിലും നാടൊട്ടുക്കുള്ള സംഖ്യകൾ ശ്രീജിത്ത് പണിക്കരെ തങ്ങളിൽപ്പെട്ടവനായി കണ്ട് അംഗീകരിക്കുകയും ആരാധിക്കുകയും ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആരാധക സേനയിലെ സംഖ്യകളാണ്. അതുപോലെ സുരേന്ദ്രൻ പറഞ്ഞതിലെ ശരിയും തെറ്റും നോക്കേണ്ടത് സുരേന്ദ്രന്റെ ആരാധക സേനയിലെ സംഖ്യകളും. പൊതുസമൂഹത്തിനോ എന്നെ പോലുള്ള പോങ്ങന്മാർക്കോ ഒന്നും അതിൽ യാതൊരു കാര്യവുമില്ല. തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയം കെ സുരേന്ദ്രൻ നയിക്കുന്ന പാർട്ടിയുടെ വിജയമല്ല, അത് സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തിന്റെ വിജയമാണ്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ട ആത്മാർത്ഥത BJPയുടെ സംസ്ഥാന നേതൃത്വം കാണിച്ചില്ല. ഇത്തരമൊരു വിമർശനം ശ്രീജിത്ത് പണിക്കർ നടത്തിയെന്ന ധാരണയിലാണ് സുരേന്ദ്രൻ പണിക്കർക്കെതിരെ നാവോങ്ങിയത്. പണിക്കർ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് പോങ്ങൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ പോങ്ങൻ യോഗ്യനുമല്ല. ശ്രീജിത്ത് അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും അത്തരമൊരു സമീപനം ശ്രീജിത്തിൽ നിന്നും സംഭവിച്ചു എന്ന വിശ്വാസം സുരേന്ദ്രനിൽ ഉണ്ടായി, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്തു. വിശ്വാസത്തിനും അപ്പുറം അതൊരു ബോധ്യമാണെങ്കിൽ കൂടി സുരേന്ദ്രൻ അങ്ങനെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടതെന്ന ഒരു വിചാരമാണ് പോങ്ങനുള്ളത്. അതുപോലെ സുരേന്ദ്രന്റെ പ്രതികരണത്തെ അല്പം ദയാപുരസരം ശ്രീജിത്ത് സമീപിക്കണമായിരുന്നു എന്ന ഒരു ചിന്തയും പോങ്ങനുണ്ട്. കാരണം സംഖ്യകളുടെ പ്രിയം വ്യാപകമായി പേർന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരുടെ നേതാവിനെ കമ്മിസുടു ശൈലിയിൽ ശ്രീജിത്ത് പണിക്കർ സമീപിക്കുന്നതിൽ ക്രൂരമായിട്ടുള്ള ഒരു അഭംഗിയുണ്ടെന്ന് പോങ്ങൻ കരുതുന്നു. അങ്ങനെ കരുതാനും കാരണമുണ്ട്. ദേശീയ ബോധമുള്ള ഒരു മനുഷ്യനാണ് പണിക്കരെന്ന ധാരണ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു തെറ്റിദ്ധാരണയല്ലെങ്കിൽ ദേശീയത ഏറ്റവും ഉയർന്ന അളവിൽ സ്വന്തം പ്രത്യയശാസ്ത്രത്തിൽ പേറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവിനെ രാഷ്ട്രീയ വൈരികളുടെ അതേ ശൈലിയിൽ പണിക്കരെ പോലുള്ള ഒരാൾ സമീപിക്കുന്നത് വലിയ നിലയിൽ ദോഷം ചെയ്യാനിടയുണ്ട്. ഈ പോങ്ങനെ പോലെ സാമൂഹ്യ മൂല്യം തീരെ ഇല്ലാത്ത പ്രതികരണ ചാവാലികൾ എന്തെങ്കിലും പറയുന്നത് പോലെയല്ല, ഉയർന്ന നിലയിലുള്ള സ്വാധീനശേഷിയും ഉന്നതമായ നിലയിൽ സംസ്കൃതീകരിക്കപ്പെട്ട വ്യക്തിത്വവും സൈദ്ധാന്തിക സാമർഥ്യവും ഒക്കെ പേറുന്ന പണിക്കരെ പോലുള്ള മനുഷ്യർ നടത്തുന്ന പ്രതികരണങ്ങൾ. അതുകൊണ്ട് നിങ്ങളൊക്കെ സുരേന്ദ്രനായാലും ശ്രീജിത്തായാലും അല്പം കൂടി ഉന്നതമായിട്ടുള്ള പ്രതികരണ പാകത പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അരമനയിൽ തീർക്കേണ്ട ആഭ്യന്തര പ്രശ്നങ്ങൾ സക്കർബർഗിന്റെ സൈബർ പറമ്പിൽ കൊണ്ടിട്ട് കടിച്ചു വലിക്കുന്നത് പ്രോത്സാഹനാർഹമായിട്ടുള്ള ഒരു പ്രവണതയല്ല. സുരേഷ് ഗോപിയുടെ പരാജയത്തിനായി BJPയുടെ സംസ്ഥാന നേതൃത്വം പരിശ്രമിച്ചുവെന്ന് കരുതുന്നവനല്ല പോങ്ങൻ. എന്നാൽ സുരേഷ് ഗോപിയുടെ വിജയം BJPയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായും ഈ പോങ്ങൻ കാണുന്നില്ല. കെ മുരളീധരൻ വടകരയിൽ തന്നെ മത്സരിക്കുകയും കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ മത്സരിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 20 സീറ്റിലും UDF ജയിക്കുമായിരുന്നു. ഇനി തൃശൂരിൽ ജയിച്ചാൽ തന്നെ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ഈ 3/4 ലക്ഷത്തോളമൊന്നും എത്തുകയില്ലായിരുന്നു. സുരേഷ് ഗോപി എന്ന മനുഷ്യനോട് തൃശൂരുകാർക്കുള്ള സ്നേഹം, ശ്രീ നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് നൽകുന്ന പ്രത്യേക പരിഗണന, സിറ്റിംഗ് MPയെ നീക്കിക്കൊണ്ട് മുരളീധരനെ മത്സരിപ്പിച്ചതിൽ അപ്രിയം പുലർത്തുന്ന പ്രതാപസ്നേഹികളുടെ പ്രതികാരദാഹം, പത്മജ വേണുഗോപാലിനും മണ്ഡലത്തിലുള്ള ചെറു സ്വാധീനം, സ്വാഭാവികമായും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനിരപ്പെട്ട സഖാക്കളുടെ അമർഷം, പിടിപ്പുകെട്ടവനായ പിണറായിയുടെ പ്രീണനാസക്തിയോട് പൊതുസമൂഹം പുലർത്തുന്ന പക, കിരീടം ചൂടിയ ലൂർദ് മാതാവിന്റെ അനുഗ്രഹം, ഇതെല്ലാം സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ തോൽവി BJPയുടെ സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുമെന്ന ചിന്ത പോലും ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിന്റെ പരാജയമായി മനസ്സിലാക്കണം. സുടുക്കൾ വെച്ച കെണിയിൽ ആദ്യം കമ്മികൾ പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മികൾ സുടുക്കൾക്ക് മുന്നിലല്ല ആദ്യം പെട്ടുപോയത്. കമ്മ്യൂണിസ്റ്റുകൾ, നല്ല സഖാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം പിണറായിസ്റ്റുകൾക്ക് മുന്നിൽ പെട്ടുപോയി. ന്യൂനപക്ഷ പ്രീണനമല്ലാതെ നിലനിൽപ്പിന് മറ്റൊരു വഴിയും അറിയാത്ത പിണറായിസ്റ്റുകൾ സുടുക്കളുടെ സംഘടിത ശേഷിയെ ആശ്രയിച്ചുകൊണ്ട് സുടുദാസരായി അങ്ങോട്ടും മാറി. ശരീഅത്ത് നിയമത്തിന് കീഴിൽ കഴിയുന്ന ഒരു ഇന്ത്യയെ സ്വപ്നം കണ്ട് മതരാഷ്ട്ര നിർമ്മാണത്തിനായി യത്നിക്കുന്ന സുടുക്കൾ CPIMനെ പാട്ടത്തിനെടുത്തതിന്റെ അനന്തരഫലമാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന പല ജാതി സംഖ്യകൾ. ആദ്യം സവർണ സംഖ്യയെന്നും അവർണ സംഖ്യയെന്നും സംഖ്യകളെ കമ്മി സുടുക്കൾ വർഗീകരിച്ചു. പിന്നെ സവർണ സംഖ്യകളെ ബ്രാഹ്മണ സംഖ്യയെന്നും മേനോൻ സംഖ്യയെന്നും നായർ സംഖ്യയെന്നും പിള്ള സംഖ്യയെന്നും ഒക്കെ അങ്ങോട്ട് വിഭജിച്ചു. അവർണ സംഖ്യകളുടെ കീഴിൽ ഈഴവ സംഖ്യ, നാടാർ സംഖ്യ, ദളിത് സംഘി അല്ലെങ്കിൽ ഹരിജൻ സംഘി എന്നിങ്ങനെ പല സംഘി വകഭേദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഈ ഡിജിറ്റൽ യുഗത്തിലും ജാതി സെൻസസ് വേണമെന്ന് വാദിച്ച് പുരോഗമന ഭാവികൾ അപരിഷ്കൃത ബുദ്ധിയോടുകൂടി രംഗത്തു വന്നു. സത്യത്തിൽ കമ്മിസുടുക്കൾ വച്ച കെണിയിൽ BJPയുടെ അണികളും അനുഭാവികളും നേതാക്കളും
ഒരുപോലെ പെട്ടുവെന്ന് പറയുന്നതാണ് സത്യം, അല്ലെങ്കിൽ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഹൈന്ദവർക്കിടയിൽ ജാതിബോധവും സമുദായ വിരോധവും വളർത്തിയെടുത്താൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂവെന്ന ബോധ്യത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള കമ്മിസുഡു ദമ്പതികളെ കൃത്യമായ നിലയിൽ വേണ്ട വിധം പ്രതിരോധിക്കാൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന് മാത്രവുമല്ല, അവരും ആ കെണിയിൽ പെട്ടുപോയി. സുരേന്ദ്രനും മുരളീധരനുമൊക്കെ ഈഴവ സംഘികളുടെ നേതാവായും കുമ്മനവും ശ്രീധരൻപിള്ളയുമൊക്കെ നായർ സംഘികളുടെ നേതാക്കളായും മാറിയതോടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ ആക്കപ്പെട്ടതോടുകൂടി കമ്മ്യൂണിസ്റ്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിജയിച്ചു. നേതാക്കളുടെ ജാതി നോക്കി അണികൾ ഭിന്നിച്ചു. നേതാക്കൾ ജാതി നോക്കി സ്വാർത്ഥ ബുദ്ധിയോടുകൂടി ഗ്രൂപ്പ് കളി നടത്തി. അതോടെ കമ്മ്യൂണിസ്റ്റുകൾ സംഘികൾക്ക് മേൽ വിജയം കൈവരിച്ചു. നമ്മുടെ കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. പോങ്ങൻ ഇതൊക്കെ പലവട്ടം പറഞ്ഞതുമാണ്. കുറച്ചുകൂടി ഗ്രാമീകരിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ടും ഞാൻ ശ്രമിക്കും. പക്ഷേ എന്തായാലും നേരത്തെ പറഞ്ഞപ്പോഴൊന്നും ആരും അത് അത്ര കണ്ടങ്ങ് ചെവിക്കൊണ്ടില്ല. എങ്കിലും നിർനാണം പോകൻ വീണ്ടും പറയാം. കള്ളപ്പണിക്കന്മാരുടെയും ഉള്ളിസുരകളുടെയും ഒക്കെ ആരാധക സേന വെറുമൊരു ഭാരതീയ പൗരൻ മാത്രമായിട്ടുള്ള ഈ പോങ്ങനെ, വെറുമൊരു ദേശീയവാദി മാത്രമായിട്ടുള്ള ഈ മുത്തുപോങ്ങനെ ഒന്ന് കേൾക്കാൻ മനസ്സു വയ്ക്കണം. അല്പം സമയം കൂടി എനിക്ക് നിങ്ങൾ തരണം. ഇന്ന് വേണ്ട, ബാക്കിയുള്ളത് അടുത്ത അധ്യായത്തിൽ പറഞ്ഞോളാം. ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരുപോലെ മുഷിയും. കഴിവതും മുഷിയാതെയും മുഷിപ്പിക്കാതെയും നമുക്ക് മുന്നോട്ടങ്ങ് പോകാം, അല്ലേ? വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ അധ്യായം പോകാൻ നിർത്താം. വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ പോങ്ങനോട് അത്രമാത്രം ഇഷ്ടമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം ചെവി തന്നാൽ മതി. അല്ലാത്തവർ വെറുതെ സമയം കളയേണ്ടതില്ല. മാതാശ്രീയെ തീർച്ചയായിട്ടും എനിക്ക് തിരികെ വീട്ടിലെത്തിക്കാൻ സാധിച്ചു. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു. പ്രായം പ്രതികൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. പ്രമേഹരഹിതമായിട്ടുള്ള ഒരു ആരോഗ്യാവസ്ഥ ഉള്ളതും മാത്രമാണ് എന്തെങ്കിലും നമുക്ക് അനുകൂലമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ പ്രായത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ആവശ്യകതകളൊക്കെ അമ്മയ്ക്ക് നിലവിലുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും പോങ്ങന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ കണ്ടമാനം വലിയൊരു തുക ആതുരാലയ വ്യവസായിയുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചപ്പോഴാണ് അമ്മയെ എനിക്ക് വീട്ടിലേക്ക് വിട്ടുകിട്ടിയത്. ആവശ്യമെങ്കിൽ സാമ്പത്തിക സഹായം നൽകാമെന്ന് വ്യക്തിപരമായി പോങ്ങനെ പരിചയമുള്ളവരും അത്രയൊന്നും പോങ്ങനെ അടുത്തറിയാത്തവരും ഒരുപോലെ പറഞ്ഞു. അങ്ങനെ പറയാൻ അവർ കാണിച്ചിട്ടുള്ള ആ മനസ്സാണ് എനിക്ക് നൽകിയ ഏറ്റവും വലിയ സഹായം. അതൊരു വലിയ ആശ്വാസമായിരുന്നു, ഒരു സമാധാനമായിരുന്നു. എന്തായാലും എല്ലാവരോടും സ്നേഹം. പറ്റിയാൽ നിങ്ങളെല്ലാം പോങ്ങനൊരു ഉപകാരം ചെയ്യണം. അടുത്ത ഏതാനും വീഡിയോകൾ എല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് കാണണം. സമാന മനസ്കർക്ക് വീഡിയോ ഒക്കെ ഒന്ന് പങ്കുവയ്ക്കണം. അതുപോലെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുന്നവർ അല്പകാലത്തേക്ക് കുറച്ച് ദയവ് തീർച്ചയായിട്ടും പോങ്ങനോട് കാണിക്കണം. ഇവിടെ കാഴ്ചകൾ വന്നാൽ ഗൂഗിൾ കുറച്ച് കാശ് പോങ്ങന് തരും. ദാരിദ്ര്യരേഖയിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ നിന്നും ദാരിദ്ര്യരേഖയിൽ കയറി വിശ്രമിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പോങ്ങന് ഉയരാൻ അതുവഴി സാധിക്കും. ദാരിദ്ര്യരേഖയിൽ നിന്ന് താഴെ വീണ് പോങ്ങന് സാമ്പത്തിക മരണം സംഭവിക്കണോ? അതോ ദാരിദ്ര്യരേഖയിൽ തൂങ്ങിക്കിടന്ന് പോങ്ങൻ പൊറുതിമുട്ടണോ? അതുമല്ലെങ്കിൽ ദാരിദ്ര്യരേഖയിൽ ചവിട്ടി നടന്ന് പോങ്ങൻ ജീവിതയാത്ര നടത്തണോ? ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ്. എന്തായാലും തൽക്കാലം എനിക്ക് സഹായമാകുന്ന നിലയിലേക്ക് നിങ്ങളുടെ സഹനശേഷി ഉയരട്ടെ എന്ന സ്വാർത്ഥത നിറഞ്ഞ ആഗ്രഹം പ്രകൃതിക്ക് മുന്നിൽ പ്രാർത്ഥന പോലെ പങ്കിട്ടുകൊണ്ട് പോകാൻ ഈ സംസാരത്തിന് സ്വയം ചൊല്ലിടുന്നു. സ്നേഹം എല്ലാവരോടും, നന്മകൾ എല്ലാവർക്കും. എന്തായാലും ഈ വിഷയത്തിന്റെ തുടർച്ചയുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്നേഹം.